السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. فهل ينظرون إلا ساعة أن يأتيهم بغتة فقد جاء أشراطها فأنى لهم إذا جاءتهم ذكراهم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ, അത് റബ്ബിലുള്ള വിശ്വാസമാകട്ടെ, പ്രവാചകന്മാരിലുള്ള വിശ്വാസമാകട്ടെ, അതേപോലെ തന്നെ മലക്കുകളിലും കിതാബുകളിലും അന്ത്യദാനിലും എല്ലാം വിശ്വസിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ആ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കാനും ആ റബ്ബിന്റെ വിശ്വാസ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ആദർശ രംഗത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് അന്ത്യനാൾ സംഭവിക്കും, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ. ആളുകളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ തന്നെ അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയിൽ കൊണ്ടുവരുമെന്നും മനുഷ്യന്മാർ അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ രക്ഷാശിക്ഷകൾ അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകുമെന്നും ഒരു നീതിയുടെ പരലോക കോടതി വരുമെന്നും ഒക്കെ ഈ അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ്. കേവലം അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു പോകുന്നതിലപ്പുറം എന്തെല്ലാമാണ് അന്ത്യനാളുള്ള വിശ്വാസത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നും ഒരു മുസ്ലിം നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്. അത് അവന്റെ വിശ്വാസം രൂഢമൂലമാകുവാനും അവന്റെ അമൽ സാലിഹാത്തുകൾ പരിപൂർണമാക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും എന്നുള്ളതിൽ സംശയമില്ല. പണ്ഡിതന്മാര് പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അന്ത്യനാളിൽ വിശ്വസിക്കുന്ന, അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്
അവന് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അദാഉ ഇബാദത്തില്ലാഹി ഫൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ മിമ്മാ തഅബ്ബദന അല്ലാഹു തആല ബിഹി വകമാലിൽ മഖ്ലൂഖി ഫീ തഹ്ഖീഖിഹി അൽ ഉബൂദിയ്യ ലിറബ്ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ് റബ്ബ്. ഈ പ്രതിഫല നാളിലേക്ക് ചെല്ലേണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ഉടമ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അടിമയായി ഞാൻ ചെന്ന് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമായ ജീവിതം നയിക്കണം എന്ന് ഒരു മനുഷ്യന് ഈമാൻ ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിന്റെ മുക്കുമൂലകളും അതിന്റെ അരികുകളും പഠിക്കുന്ന സമയത്ത് മനുഷ്യനുണ്ടാകുന്ന തോന്നലാണത്, ചിന്തയാണത്. അതിനുവേണ്ടിയാണ് അന്ത്യദിനത്തിലുള്ള അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഇംതിയാസുർ റജാഇ വൽ ഖൗഫ്, ഒരു മനുഷ്യന് ആശയും ആശങ്കയും ഉണ്ടാകും. അമല് ചെയ്യുന്നു, എന്തിനാ അമല് ചെയ്യുന്നു? ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു അമലുമുണ്ടോ അത് പൂർണ്ണമായി കൊണ്ടും അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും. സംശയിച്ചോൻ കാഫിറ. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഖൈർ ഒരു അണുമണി തൂക്കം ചെയ്തോ അത് കാണും, ഷെറോ ഒരു അണുമണി തൂക്കം ചെയ്തോ അതും കാണും. ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ആർക്ക് വേണ്ടി പണിയെടുത്താലും, എന്റെ മുതലാളിക്ക് വേണ്ടി ഞാൻ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നോട് ആരൊക്കെയോ കൽപ്പിച്ചതിന്റെ പേരിൽ ഞാൻ ഇവിടെ അധ്വാനിക്കുന്നു, അതിനൊക്കെ പരിപൂർണമായ പ്രതിഫലമോ സ്വീകാര്യതയോ കിട്ടുമെന്ന് ഒരിക്കലും ഉറപ്പില്ല. പക്ഷേ എന്റെ റബ്ബിന് വേണ്ടി ഞാൻ പണിയെടുത്താൽ യാതൊരു സംശയവുമില്ല, എനിക്കത് കിട്ടും. അതുകൊണ്ട് അമല് ചെയ്യുന്ന ആളുകൾക്ക്, അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ പരിപൂർണമായ വിശ്വാസവും അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാനും സാധിക്കും. അതാണ് ഈമാനിൽ വിശ്വാസമുള്ള ആളുകളുടെ കേവലം ഒരു കാനേശുമാരി മാപ്പിളയാകുന്നതും അതല്ല, കൃത്യമായി പഠിച്ച് അമൽ ചെയ്യുന്ന ആളിന്റെയും അമലിൽ വ്യത്യാസമുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ അതിൽ കുറച്ചിലുകൾ അല്ലെങ്കിൽ തഖ്സീറുകൾ വരുത്തുകയാണെങ്കിൽ അത് പിടിക്കപ്പെടും, പരലോകത്ത് ചോദിക്കപ്പെടും. എന്റെ സമയത്തെക്കുറിച്ച് ചോദിക്കപ്പെടും, എന്റെ നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കപ്പെടും, എന്റെ ആയുസിനെ കുറിച്ച് ചോദിക്കപ്പെടും. അതുകൊണ്ട് എനിക്കതിലൊരു സംശയവുമില്ല. അങ്ങനെ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാളിന്റെ പ്രവർത്തനം, അതേപോലെ തന്നെ കേവലം ഒരു ഗാനേഷുമാരി മാപ്പിള, ഇസ്ലാം മുസ്ലിം OBC മാപ്പിള ആയവന്റെ പ്രവർത്തനം രണ്ടും രണ്ടായിരിക്കും. അതെന്താണ്? അതവന്റെ വിശ്വാസത്തിന്റെ ഊക്കാണ്. ഇവിടെ വിശ്വാസത്തിന്റെ ദുർബലതയാണ്. രണ്ടാളും വിശ്വസിക്കുന്നു, പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോന്നും പഠിപ്പിച്ചത്. അതേപോലെ തന്നെ അൽ ഈതിദാലു ഫീ ഹാലി സറായി വൽ ദർറാ, പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഓനക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അവര് പരലോകമുണ്ട്, കാരണം ഇതൊന്നൊരു ലോകമല്ല എന്ന് ഓനക്കറിയാം. ഇതല്ല ലോകം. ഇവിടെ ബുദ്ധിമുട്ടുന്നവനാണോ അവൻ യഥാർത്ഥ മുസ്ലിമാണോ മുഅ്മിനാണോ, ഇവിടെ ബുദ്ധിമുട്ടിയാൽ അവിടെ കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അജബൽ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ ഏത് കാര്യത്തിലും അവന് കൂലിയാണ്, അവന് ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഗൈറുൽ മുഅ്മിൻ, മുഅ്മിനല്ലാതെ ഒരാൾക്കും ഇത് കിട്ടുകയില്ല. അതുകൊണ്ട് നിത്യരോഗികളായ ആളുകളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ, നിങ്ങൾ സന്തോഷിക്കുക. ആരോഗ്യ ദൃഢഗാത്രന്മാരായി 50 വയസ്സും 60 വയസ്സൊക്കെ ചെന്നിട്ട് ഒരു പ്രശ്നമില്ലേ, നിങ്ങൾ ദുഃഖിക്കുക. കാരണം പ്രയാസമുള്ള ആളുകൾക്ക് ആ പ്രയാസത്തിന്റെ ഇരട്ടി കൂലിയും അതിന്റെ പ്രതിഫലവും നിങ്ങൾ മുഅ്മിനാണോ അവിടെ ഉണ്ട്, ഇല്ലെങ്കിലോ ഇവിടെ സുഖച്ചീനൊക്കെ അവിടെ മറുപടി പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് യഥാർത്ഥ മുഅ്മിൻ അവന് സാമ്പത്തികമായി ഇടിഞ്ഞാലും മാനസികമായി തകർന്നാലും, അവന് മാനസികമായി തകർന്ന പ്രശ്നമില്ല യഥാർത്ഥ മുഅ്മിൻ. അതേപോലെ തന്നെ അവന് പട്ടിണി കിടന്നാലും വീടില്ലാത്തവനാണെങ്കിലും മറ്റെന്ത് പ്രയാസം ഉണ്ടെങ്കിലും യഥാർത്ഥ മുഅ്മിൻ ആസ്വദിക്കും. അവനത് ആസ്വദിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പരലോകം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇടങ്ങാറൊക്കെ അവിടെ ആവേണ്ടി വരും. പ്രവാചകന്മാർ അങ്ങനെയാണ് ജീവിച്ചത്. അതേപോലെ തന്നെ അംബിയാ ഔലിയാക്കന്മാർ അങ്ങനെയാണ് ജീവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നേരായ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണം. ആരെയാണ്, ഏതാണ് ആ മാർഗം? അംബിയാ ഔലിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കന്മാരുടെ മാർഗം. അവരാരാണ്? നീ അനുഗ്രഹിച്ചവരാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച അംബിയാ ഔലിയാക്കന്മാര്. അപ്പോ നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റിൽ അനുഗ്രഹം എന്താ? നല്ല വീടുണ്ട്, സുന്ദരമായി ജീവിക്കുന്നു,
ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, സമ്പത്തുണ്ട്, ഭക്ഷണമുണ്ട്, വാഹനമുണ്ട്, യാതൊരു അല്ലലില്ലാത്ത പ്രയാസമില്ലാത്ത ജീവിതം. അതാണല്ലോ നമ്മുടെ കൺസെപ്റ്റിലുള്ള അനുഗ്രഹം. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞ അമ്പിയാ ഔലിയാക്കന്മാർ പട്ടിണി കിടന്നവരായിരുന്നു. അവർ ജീവിതത്തിൽ കഷ്ടപ്പെട്ടവരായിരുന്നു, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചവരായിരുന്നു. അപ്പൊ ഏതാണ് അനുഗ്രഹം? പരലോകത്തുള്ള അനുഗ്രഹമാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പുണ്യാത്മാക്കളായിട്ടും ദുനിയാവിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് സമാധാനമാണ്. അവർക്ക് അള്ളാഹു പരലോകം കാത്തുവെച്ചിട്ടുണ്ട്. ഇല്ലേ നമ്മൾ പേടിക്കണം, ഇല്ലേ സഹോദരന്മാരെ 100% നമ്മൾ പേടിക്കണം. ഒക്കെ സുഖമാണ്, യാതൊരു ശാരീരിക പ്രയാസങ്ങളും ഇല്ല, അതേപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നല്ല നിലക്ക് ജീവിതം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പേടിക്കണം. നമ്മൾ സഹാബത്ത് പേടിച്ച പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനൊക്കെ ശേഷം നല്ല പ്രയാസകരമായ ജീവിതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. പിന്നെ ഇസ്ലാം വിജയിച്ചു, മക്കയും മദീനയ്ക്ക് ഇസ്ലാമിന്റെ കൈപ്പിടിയിൽ വന്നു, ഇസ്ലാമിക ഭരണത്തിലാണ്, മുതിർന്ന സഹാബികളാണ്. അവർ കുറെ കാലം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ജീവിക്കുന്നു. അപ്പൊ സമ്പൽ സമൃദ്ധി നാട്ടിൽ വരികയാണ്, അറിയാതെ വീട്ടിൽ വരികയാണ്, നല്ല ഭക്ഷണം വീട്ടിൽ വരികയാണ്, ഭക്ഷണത്തളിക വീട്ടിൽ വരിക, ഭക്ഷണത്തളികയിൽ നല്ല ഭക്ഷണം വരികയാണ്. ഓർ പൊട്ടിക്കരയുന്നു, തിന്നാൻ സാധിക്കുന്നില്ല. പഠിച്ചോനെ, ഈ സുഖങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ ഈ തന്നു തീർക്കണമെന്ന് ചോദിച്ചു. ആര്? ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പെട്ട സഹാബികൾ. അപ്പൊ നമ്മളോ? അതുകൊണ്ട് പ്രയാസമില്ലാത്ത, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ഇല്ലാത്തവരെ ബേജാറാകണം നമ്മൾ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. ഇവിടെയും കഷ്ടപ്പെടുത്താം, അവിടെയും കഷ്ടപ്പെടുത്താനുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഈമാനുള്ളവൻ ഇവിടെയും അവിടെയും കഷ്ടപ്പെടുത്തുന്ന പ്രശ്നമില്ല. തുല്യ നീതി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ അസാബതു സറഉ ശക്ര ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതു ദറഉ സബറ ഫകാന ഖൈറൻ ലഹു. ഒരു മുഅ്മിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു മുഅ്മിന് സുഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ, സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അതിന് ശുക്ർ ചെയ്യും. അവനത് മനസ്സിലാക്കും, പഠിച്ചോനെ ഈ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നാണ്. മുഅ്മിൻ എങ്ങനെ മനസ്സിലാക്കുക? ഈ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പഠിച്ചോനെ ഞാനിത് എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ കൊണ്ടുപോയി എന്ന് ഈ ചോദിക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് റബ്ബേ നിന്റെ പൊരുത്തത്തിലേ ഞാനിത് കൊണ്ടെടുക്കുള്ളൂ. അത് സമ്പത്താണെങ്കിലും സമാധാനമാണെങ്കിലും സുഖമാണെങ്കിലും മക്കളാണെങ്കിലും എന്താണെങ്കിലും. എന്നാലോ മുഅ്മിനല്ലാത്ത, യഥാർത്ഥ വിശ്വാസിയല്ലാത്ത, അവൻ മുസ്ലിം ആകട്ടെ ആരാകട്ടെ, അവന് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ അള്ളാഹു ആദരിച്ചു. ഞാൻ തരക്കേടില്ലാത്തവനാണ്, എനിക്കതൊക്കെ കിട്ടേണ്ടവനൊക്കെ തന്നെയാണ്, എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് തന്നവനാണ്, ഞാനിതിനാണ് അർഹനായവനാണ്. അക്രമൻ, ഇന്നല്ലാഹ് ആദരിച്ചിട്ടുണ്ട്. അവൻ അതിന് മതിമറക്കാണ്. മനസ്സിലായില്ലേ? എന്ന മുഅ്മിൻ അങ്ങനെയല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈൻ അസാബതുഹു ദറഉ സബറ, അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അവൻ ക്ഷമിക്കും, അതും എനിക്ക് ഖൈറാണ്. അതുകൊണ്ട് രോഗികളൊന്നും പ്രയാസപ്പെടണ്ട. അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ പ്രയാസപ്പെടണ്ട, സമാധാനിക്കുക. ഈമാൻ ഉണ്ടെങ്കിൽ ഏറ്റവും സമാധാനമുള്ള, ഏറ്റവും റാഹത്തുള്ള ജീവിതം അതാണ്. അതിന്റെ അടുത്ത് രോഗം വരണമെന്നും പ്രയാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളതല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഇവിടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ആ പരലോകത്ത് വരാനുണ്ട് എന്നുള്ള ആ സമാധാനം, റജാ ഉണ്ടാകും. എന്ത് അമല് ചെയ്യുകയാണെങ്കിലും എന്റെ റബ്ബ് അവിടെ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. വിശുദ്ധ പഠിപ്പിക്കാം. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു, ബാക്കിയാകുന്ന പ്രവർത്തനം അതവിടെ കാണും. ഒന്ന്, ഇന്നാ ലാ നുളിയു അജ്റൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്നവരുടെ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പാഴാക്കുകയില്ല, ഒക്കെ അവിടെ കിട്ടും. അതുകൊണ്ട് ധൈര്യമായിട്ട് അധ്വാനിക്കാം. മനസ്സിലായില്ല? അള്ളാന്റെ മാർഗത്തിൽ ധൈര്യം ചെയ്ത് കൊടുക്കാം. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം പഠിപ്പിച്ചു തരട്ടെയോ, അത് നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണം. ഒന്നങ്ങോട്ട് കൊടുത്തോ, 1000 കൊടുത്തോ, 10,000 കൊടുത്തോ, ലക്ഷക്കണക്കിന് കൊടുത്തോ, ഒക്കെ അതിന്റെ ഇരട്ടിയായി അവിടെ കിട്ടും. ഒന്നും നഷ്ടപ്പെടൂല. ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അതാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ ബിസിനസ് തിജാറത്തുന്നാ പറഞ്ഞത്. ഏത് ബിസിനസിനും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞൊരു ബിസിനസ് ഉണ്ട്. എന്താണ്? അൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, നിങ്ങൾക്കൊരു ബിസിനസ് ഞാൻ പറഞ്ഞുതരാം, കച്ചവടം. അത് നിങ്ങളെ നാളത്തെ ലോകത്ത് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കും. അതേതാ? തുഅ്മിനൂന ബില്ലാഹി വറസൂലി, ഈമാൻകാരി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് പറഞ്ഞു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്,
ഈ ഖിയാമത്ത് നാളിനെ കുറിച്ചും അതേപോലെ തന്നെ പരലോകത്തെക്കുറിച്ചും ഒക്കെ കേവലം പരലോകത്തിലുള്ള അന്ത്യനാളിലുള്ള വിശ്വാസം എന്നുള്ളതിലപ്പുറം നമ്മൾ അതിലുള്ള അന്ത്യനാളിലുള്ള വിശ്വാസം എന്താണ് അന്ത്യനാൾ, അതിന്റെ അടയാളങ്ങൾ എന്താണ്, അത് വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഒരു സംഭവം സംഭവിക്കാനുണ്ടെങ്കിൽ അതിന് അലാമത്തുകൾ ഉണ്ടാവും, അടയാളങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിന്റെ 18-ാമത്തെ ആയത്തിലൂടെ പറയുകയുണ്ടായി, ഫഹൽ യൻദുറൂന ഇല്ലാ الساء അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാഅ അശ്റാതുഹാ ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും ദിക്റാഹും فهل ينظرون إلا الساعة أن تأتيهم بغتة. ഇനി ആ അന്ത്യസമയം അവർക്ക് പെട്ടെന്ന് വന്നെത്തുകയല്ലാതെ അവർക്ക് വല്ലതും കാത്തിരിക്കാനുണ്ടോ? പറയാനുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാന്റെ ശിക്ഷ വരുമെന്നും പറഞ്ഞു, നല്ലതിലേക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. ഇനി ഒന്നും കാത്തിക്കാനില്ല, ഞാൻ ആ അന്ത്യനാൾ വരാനേ ഉള്ളൂ. കാരണം അന്ത്യനാൾ വരാനേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഫഖദ് ജാഅ അശ്റാതുഹാ, അതിന്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഒരുപാട് അന്ത്യനാളിന്റെ അടയാളം നമ്മളൊരു ഖുത്ബയിൽ തന്നെ നമ്മൾ പരമ്പരയായി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി മക്കയിൽ വന്നു എന്നുള്ളത് അന്ത്യനാളിന്റെ ഒന്നാമത്തെ അടയാളമാണ്. കാരണം അവസാനത്തെ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വഫാത്ത് അന്ത്യനാളിന്റെ അടയാളമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്ത്യനാളിന്റെ, അതൊക്കെ ചെറിയ അടയാളങ്ങളാണ്. വലിയ അടയാളങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദജ്ജാലിന്റെ വരവ്, മഹ്ദിയുടെ വരവ്, അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇറക്കം, യജൂജ് മജൂജിന്റെ പുറപ്പെടൽ, അതേപോലെ തന്നെ ദാവത്തുൽ അർദ് ഉണ്ടാവുക, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു ഖുത്ബയിലൂടെയോ അതേപോലെ തന്നെ ഒരു ക്ലാസ്സിലൂടെയോ പഠിപ്പിക്കുന്നതിനും ഒരുപാട് പരിമിതികളുമുണ്ട്. പക്ഷേ സാധിക്കുന്ന അത്ര നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു മതത്തിന്റെ പഠിതാവ്, ഞാൻ കഴിഞ്ഞ ഖുത്ബയിലൊക്കെ സൂചിപ്പിച്ച പോലെ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. പഠിക്കന്നെ എന്നും അല്പം ഖുർആനും സുന്നത്തും അതേപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പച്ച മലയാളത്തിൽ വായിക്കാൻ കിട്ടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും ദിക്റാഹും. അങ്ങനെ ആ അന്ത്യനാള് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അന്ത്യനാൾ വന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഉത്ബോധനം ഉപകാരപ്പെടുക? അന്ത്യനാൾ അത് വരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ വിശ്വസിക്കും. മനസ്സിലായില്ലേ? അഥവാ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണയായി നടക്കുന്നത്. പടിഞ്ഞാറുന്ന് ഉദിക്കും. ഇത് കാണുമ്പോൾ ആളുകളൊക്കെ വിശ്വാസികളാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തൗബ മടക്കപ്പെട്ടു. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും തൗബ ചെയ്യാൻ അവസരമില്ല. അതാണ് പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഉത്ബോധനം എങ്ങനെ ഉപകാരപ്പെടാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഹുദൈഫത്ത് ബിൻ ഉസൈദ് അൽ-ഗഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത്തലഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈനാ വനഹ്നു നതദാക്കർ. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ തദാക്കറുൻ, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? ഖാലു, അവർ പറഞ്ഞു, നദ്കുറുസ്സാഅ, ഞങ്ങൾ അന്ത്യനാളിനെ കുറിച്ചാണ് റസൂലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൗ ഖബ്ല അശ്റ ആയാത്തിൻ. എന്നാൽ അന്ത്യനാൾ സംഭവിക്കുന്നത് അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളായ 10 അടയാളങ്ങൾ വരാതെ സംഭവിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തരം പുക, അതാ ഒരു പുകപടലം, അത് ദുഹാൻ, ഇൻഷാ അല്ലാഹ് വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദജ്ജാലിനെ പറഞ്ഞു, ദാബത്തുൽ അർദിനെ കുറിച്ച് പറഞ്ഞു, തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുക എന്നുള്ളത് പറഞ്ഞു. വനുസൂലു ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയമിന്റെ വരവ്, യഅജൂജ് മഅജൂജിന്റെ വരവ്, വസലാസത്തു ഖുസൂബിൻ, 3 ആഴ്ത്തലുകൾ, ഭൂമി പിളരുകയും വാപ്പിളരുകയും ആ ഭൂമിയുടെ ഭാഗം ഒന്നായിട്ട് ഭൂമിയുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഖസ്ഫിൻ ഫിൽ മശ്രിഖി വഖസ്ഫിൻ ഫിൽ മഗ്രിബി വഖസ്ഫിൻ ഫിൽ ജസീറത്തിൽ അറബി, മശ്രിഖിലും കിഴക്കിലും പടിഞ്ഞാറും ഒന്ന് ഭൂമി വാപ്പിളരും. അതേപോലെ തന്നെ ജസീറത്തുൽ അറബിൽ, അറേബ്യൻ ഉപദ്വീപിൽ ഒന്ന് വാപ്പിളരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വആഖിറു ദാലിക, അവസാനം, നാറുൻ തഖ്റുജു മിനൽ യമനി തത്റുദു الناس ഇലാ മഹ്ശരിഹിം, അവസാനത്തെ അടയാളം ഒരു തീവരലാണ്. ഒരു വലിയ ഒരു ഭാഗത്ത് നിന്ന്, യമനിന്റെ ഭാഗത്ത് നിന്ന് തീ ഇങ്ങനെ വരും. അത് കണ്ട് ജനങ്ങൾ ഇങ്ങനെ പേടിച്ചിങ്ങനെ ഓടും. അത് എവിടേക്കാണ് ഓട്ടം? ഇലാ മഹ്ശറിഹിം, അവരുടെ മഹ്ശറയിലേക്കുള്ള പോക്കാണ്.
അതാണ് അവസാനത്തെ അടയാളം. അപ്പൊ ഇതൊക്കെ സഹോദരന്മാരെ നമ്മൾ വായിക്കുമ്പോഴും ഒറ്റക്കിരുന്ന് വായിച്ച് ഈ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഈമാൻ ഉണ്ടാകും, നമുക്കതിൽ വ്യക്തതയും അതേപോലെ തന്നെ. കാരണം പഠിക്കുന്ന ആളുകളും ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന, അറിയുന്നവനും അറിയാത്തവനും ഒരുപോലെ ആകുമോ? ഇല്ല, അറിയാത്തവനും ഒരുപോലെ ആവുന്ന പ്രശ്നമില്ല. അറിയുന്നവനൊന്ന് വേറെയാണ്, അറിയാത്തവനൊന്ന് മറ്റൊന്നാണ്. അതുകൊണ്ട് പഠിക്കുക തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്ന സഅത ലാ തകൂന ഹത്താ തകൂന 10 ആയാത്തിൻ ഖസ്ഫുൻ ബിൽ മശ്രിഖി വഖസ്ഫുൻ ബിൽ മഗ്രിബി വഖസ്ഫുൻ ഫി ജസീറത്തിൽ അറബി വദ്ദുഖാന വദ്ദജ്ജാല വദാബത്തുൽ അർദ് വയജൂജ് വമജൂജ് വതുലൂഉ ശംസ് മിനൽ മഗ്രിബിഹാ വനാറുൻ തഖ്റജു മിൻ ഖഅരി അദ്ൻ. ഈ ഹദീസിൽ ഒരു വാചകം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പറഞ്ഞു, വനാറുൻ. ആദ്യം പറഞ്ഞ ഹദീസിന്റെ അതേ വാക്കുകളാണ് ഈ ഹദീസിലുള്ളത്. പക്ഷേ യമനിന്റെ ഭാഗത്ത് നിന്നും തീ വരും എന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖഅർ അദിനിൽ നിന്നും തീ വരും. എന്താണ് ഖഅർ? അത് മദീനത്തും ഫിൽ യമൻ, യമനിലുള്ള ഒരു പട്ടണമാണ് ഖഅർ അദിൻ. ആ ഭാഗത്ത് നന്നായിട്ട് തീ ഇങ്ങനെ തുടച്ച് അത് കണ്ട് ജനങ്ങൾ പേടിച്ചങ്ങനെ ഓടും. ആ ഓട്ടം മഹ്ശറിലാണ് ചെന്ന് നിൽക്കുക എന്ന് തുർഹലുന്നാസ്, ജനങ്ങളെ ആ തീ നയിച്ചു കൊണ്ടുപോകും മഹ്ശറിലേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഈ അശ്റാത്തുസ്സാഅ അഥവാ അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങൾ പണ്ഡിതന്മാര് പഠിപ്പിച്ച കൂട്ടത്തിൽ അതിൽ ഒന്നാമതായി വരുന്നതും ഏറെക്കുറെ ഒരുപാട് വലിയ അടയാളങ്ങൾ പറഞ്ഞു നമ്മൾ പറയുകയുണ്ടായി. അത് ഏത് ഓർഡറിലാണ്, ആദ്യം ഏത് സംഭവിക്കും പിന്നെ ഏത് സംഭവിക്കും എന്നുള്ളത് കൃത്യമായി നിശ്ചയമില്ല. എന്നാലും ഹദീസുകളിൽ വന്നതിന്റെ ഒരു രീതിയിലും അർത്ഥത്തിലും പണ്ഡിതന്മാർ പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അഭിപ്രായമാണ് മഹ്ദി അൽ മുൻതളർ, മഹ്ദി ഇമാമിന്റെ വരവ്. മഹ്ദി ഇമാമിന്റെ വരവ് ആരാണ് മഹ്ദി? ഹുവ റജുലുൻ മിൻ ആലി ബൈത്തി നുബുവ യഖ്റുജു ഫീ ആഖിരി സമാൻ. നബി കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, വളരെ സ്വാലിഹായ, അതേപോലെ തന്നെ സത്യസന്ധനായ, ജനങ്ങളിൽ വരികയും ജനങ്ങളുടെ അധികാരം ഏറ്റെടുക്കുകയും വളരെ സമ്പൽ സമൃദ്ധമായി ഫയംലഉൽ അർള അദലൻ വഖിസ്ത, ഭൂമിയിൽ എല്ലായിടത്തും സമാധാനം. 7 വർഷം മഹ്ദി ഇമാം ഭരണം നടത്തും. ഭൂമിയിൽ എല്ലായിടത്തും, ഭൂമി മുഴുവൻ കുഴപ്പങ്ങളും അതേപോലെ തന്നെ ആക്രമണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടുക, വരിക. എന്നിട്ട് 7 വർഷം അദ്ദേഹം ഭരണം നടത്തുകയും ഭൂമിയിൽ നീതിയും അതേപോലെ തന്നെ സന്തോഷവും കളിയാടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഇസ്മുഹു യുവാഫിഖു ഇസ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്മ അബീഹി കസ്മ അബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ പേര് ഇസ്മുഹു മുഹമ്മദ്, മഹദിയുടെ പേര് മുഹമ്മദ് എന്നാണ്, അല്ലെങ്കിൽ അഹമ്മദാണ്. ഇബ്നു അബ്ദില്ലാ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്. നബിയുടെ വാപ്പാന്റെ പേരാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര്. അഥവാ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നോ അഹ്മദ് ബിൻ അബ്ദില്ല എന്നോ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര്. വഹുമ മിൻ ദുർരിയത്തി ഫാത്തിമ ബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم من ولد ഹുസൈൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. അഥവാ ഫാത്തിമ ബീബിയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് അദ്ദേഹം വരിക എന്ന്. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളിൽ ഹദീസിൽ കാണാം, നല്ല വിശാലമായ നെറ്റിത്തടമുള്ള, അതേപോലെ തന്നെ സുന്ദരനായിട്ടുള്ള രൂപമായിരിക്കും എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തിൽ മഹ്ദി യുസ്ഖീഹി അല്ലാഹുൽ ഗൈസ് വതഖ്റുജുൽ അർളു നബാതഹാ. ഈ ഉമ്മത്തിന്റെ അവസാനത്തിൽ മഹ്ദി പ്രത്യക്ഷപ്പെടും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൽ സമൃദ്ധമായ ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുകയും അതേപോലെ തന്നെ ആകാശം മഴ പെയ്യിപ്പിക്കുകയും ഭൂമി അതിന്റെ ഉൽപാദനങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. അഥവാ ആളുകൾക്കൊക്കെ കാലികൾ ഉണ്ടാകും, സമ്പൽ സമൃദ്ധമായിരിക്കും, അവർക്ക് ഭക്ഷണമുണ്ടായിരിക്കും. അദ്ദേഹം 7-8 വർഷം അദ്ദേഹം ഇവിടെ ഭരണം നടത്തും. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉബശ്ശിറുക്കും ബിൽ മഹ്ദി, മഹ്ദി വരുമെന്ന് ഞാൻ നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു.
ജനങ്ങൾ ആകെ അഭിപ്രായ അനൈക്യത്തിലും അതേപോലെ തന്നെ പ്രയാസത്തിലുമുള്ള സമയത്തായിരിക്കും. ഭൂമിയിൽ ഭൂകമ്പങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന സമയത്തായിരിക്കും അദ്ദേഹത്തിന്റെ വരൽ. എന്നിട്ട് നബി പറയുകയാണ്, ഭൂമിയിൽ കുഴപ്പവും അതേപോലെ തന്നെ അക്രമവും നടമാടിയതിന്റെ ഉണ്ടായ പോലെ, പിടിച്ചാൽ കിട്ടാത്ത ആക്രമണങ്ങളും അതേപോലെ തന്നെ കഷ്ടപ്പാടുകളും ഉണ്ടായ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വരവോടുകൂടി ഭൂമിയിൽ സമാധാനമുണ്ടാകും. ആകാശനിവാസികളും ഭൂമി നിവാസികളും അദ്ദേഹത്തിന്റെ വരവിലും അദ്ദേഹത്തിന്റെ ഭരണത്തിലും തൃപ്തിപ്പെടും. സമ്പത്ത് അദ്ദേഹം ആളുകൾക്ക് വിതരണം ചെയ്യും. എങ്ങനെയാണ്? സിഹാഹൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല ലഹു റജുലുൻ, ഒരു മനുഷ്യൻ ചോദിച്ചു, മാ സിഹാഹൻ, അല്ലാഹുവിന്റെ റസൂൽ എന്താ സിഹാഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ബിസ്സബിയ്യത്തി ബൈനന്നാസ്, ജനങ്ങൾക്ക് തുല്യമായിട്ട് അവൻ കുറച്ച് ആദരിക്കപ്പെടേണ്ടവനാണ്, അപ്പൊ അവന് കുറച്ച് കൂടുതൽ കൊടുക്കുക, ഇവൻ കുറച്ച് പാവപ്പെട്ടവനാണ്, ഇവനക്ക് കുറച്ച് കൊടുത്ത് കഴിച്ചില്ല, അതില്ല. എല്ലാവർക്കും നീതിയുടെയും അതേപോലെ തന്നെ ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ വിധി നടപ്പാക്കുകയും ആളുകളെ സഹായിക്കുകയും സമ്പൽ സമൃദ്ധമായ ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയായിരിക്കും അദ്ദേഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇതാണ് മഹദിയുടെ വരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസുകളിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ചില വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് വിശ്വാസ കർമ്മകാര്യങ്ങൾ അത് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ലോകത്തും ഇരുലോകത്തും വിജയം വരിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് والصلاة والسلام على رسول الأمين وعلى آله وصحبه وسلم تسليما كثيرا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്ലതാനി ലാ യുഹ്സിഹാ റജുലുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന ومن يعمل بهما قليل. രണ്ട് കാര്യങ്ങൾ, അതൊരു മുസ്ലിമായ കാര്യം ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കും. രണ്ട് കാര്യങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ കടക്കും. ഓഹുമായ യസീർ, അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഒരു പണിയില്ല, ഇടങ്ങാറാവണ്ട. എന്നാൽ വമൻ യഅമലു ബിഹിമാ ഖലീൽ, ചെയ്യുന്നവർ കുറച്ചേ ഉള്ളൂ. ചെയ്യാൻ എളുപ്പമാണ്, ചെയ്യുന്നവര് കുറച്ചേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 തേക്കാൻ പറഞ്ഞു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. അങ്ങനെ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1, 2, 3 രീതിയിൽ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞ 33 100 തേക്കാനുള്ളത്. രണ്ടാമത് പഠിപ്പിച്ച രീതിയാണത്. ആ രീതിയിൽ പറഞ്ഞ നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് 10 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 10 പ്രാവശ്യം, അല്ലാഹു അക്ബർ 10 പ്രാവശ്യം എന്ന് 33 ചെയ്താൽ ഈ 10 കൂടി കിട്ടി. 33 ചെയ്യാൻ പറഞ്ഞു, ആ 33 ചെയ്തോൽ ഈ 10 കൂടി കിട്ടിക്കഴിഞ്ഞു. ഇതിൽ പഠിപ്പിച്ചത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ചെയ്തിട്ടുള്ള ആള് സ്വർഗത്തിൽ കടക്കും. എന്നാൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യണോല് കുറവാണ്. എത്രയോ ആളുകൾക്ക് നിസ്കാരത്തിനായിട്ടുള്ള ദിക്ർ നഷ്ടപ്പെടുകയാണ്. കാരണം ഇതിന് വമ്പിച്ച പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു നാൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈത്താൻ വരും. നിസ്കാരത്തിൽ ഏതായാലും വരും, അതിന്റെ ശേഷം വരും. എന്നിട്ട് പറയും, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ അവന് ഷുഗൽ ഉണ്ടാക്കി കൊടുക്കും. അത് ഓർത്തോക്ക്, ഇത് ഓർത്തോക്ക്. അപ്പോ തന്നെ അവനക്ക് എണീറ്റ് പായണം. അപ്പോ അവൻ ചിലപ്പോൾ വിചാരിക്കും നടക്കുമ്പോ ദിക്റല്ല, നടക്കുമ്പോ ദിക്റിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ നടക്കുമ്പോ ദിക്റല്ല ഉണ്ടാവൂല, അത് സംഭവിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി. നേരെ മറിച്ചോ സുബ്ഹാനല്ലാഹ് 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 ഒന്ന് അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചെല്ലാനും 3 മിനിറ്റോ ഒരു പ്രാർത്ഥന 5 മിനിറ്റിന്റെ പരിപാടികൾ അത്രയില്ല. എന്നിട്ട് ഈ ഓടിക്കയച്ച് പോയിട്ട് അവിടെ എന്തും ചെയ്യും? ഒന്നും ചെയ്യില്ല.
ഇത് നമ്മളൊക്കെ അനുഭവമാണ് സഹോദരന്മാരെ. 3 മിനിറ്റ് വേണ്ട, ഈ പറഞ്ഞ ദിക്റുകൾ ചൊല്ലിയിട്ട് 33 ചൊല്ലി പ്രധാനപ്പെട്ട പ്രാർത്ഥനകളും ചൊല്ലി പറയാൻ തന്നെ ചിലപ്പോൾ 2-3 മിനിറ്റ് മതിയോ, 5 മിനിറ്റ് ഒന്നും വേണ്ട. എണീറ്റ് പോകും. ആ എണീറ്റ് പോകുന്നത് ശൈത്താനെത്തി. അതാ ശൈത്താൻ ദുർബോധന. എന്തെങ്കിലും ഒരു കാര്യം അവനുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം നിസ്കാരത്തിൽ അങ്ങനെയാണല്ലോ, ശ്രദ്ധിക്കേണ്ട അവൻ മറന്നതായ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഓർമ്മിപ്പിക്കും. അപ്പൊ പിന്നെ അയിമലായി. കാരണം എന്താ, പിന്നെ ആ ശ്രദ്ധ പോകാതെ നിസ്കാരം പോലും കുഴപ്പമില്ല. കാരണം ശ്രദ്ധ പോയിട്ടുണ്ട് വേറെ പ്രശ്നം വരും. പിന്നെ നിസ്കാരത്തിലൊരു നോട്ടും പേടും വെക്കാൻ പറ്റില്ലല്ലോ, അത് എഴുതിച്ചിട്ട് പിന്നെ നിസ്കാരം തുടരണം, അത് ഏതായാലും പറ്റും ചെയ്യില്ല. അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് നമ്മൾ. കാരണം എന്താ, ശൈത്താൻ കൊണ്ടുവരാണ് ചിന്തകൾ. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാമാണ് സഹോദരന്മാരെ. ഒരു മനുഷ്യന്റെ നെടുന്തൂണാണ്. അത് ക്ലിയറായി, എല്ലാം ക്ലിയറാണ്. രഹസ്യം ക്ലിയറാണ്, പരസ്യം ക്ലിയറാണ്, സംസാരം ക്ലിയറാണ്, നാവ് ക്ലിയറാണ്, ലൈംഗികാവധി ക്ലിയറാണ്, എല്ലാം ക്ലിയർ. അതൊക്കെ ക്ലിയറായ സ്വർഗം കാത്തിക്കാണ് അവിടെ. അത് പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു, ഒരു സംശയം വേണ്ട. അത് പൊളിക്കാനുള്ള പണി ശൈത്താൻ അടുക്കും ചെയ്യും. ഒരു 2 റക്അത്ത് നിസ്കാരത്തിന് ഫർദ് നിസ്കാരത്തിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനോ, ആ ഫർദ് നമസ്കാരത്തിലെ കേട് ഫിൽട്ടറാക്കുന്നതാണ് സുന്നത്ത് നിസ്കാരം. ആ കേട് പിന്നെ ശുദ്ധീകരിക്കാനാണ് സുന്നത്ത് നിസ്കരിക്കാൻ നേരല്ല. അപ്പോ തന്നെ തിരക്കാണ് നമുക്ക്. എന്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ 1.5 മിനിറ്റ് മതി, 1.5 മിനിറ്റ് മതി. പക്ഷെ എന്തോ ശുഗലിന് വേണ്ടി നമ്മൾ ഓടും. എന്നിട്ട് എന്ത് ചെയ്യോ? ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാണ്ടാവില്ല. അപ്പെന്തോ വലിയൊരു സംഭവം ഓർമ്മാക്കി തന്നു. അവിടെ പരിലെത്തുമ്പോൾ മറന്നുണ്ടാവും. അപ്പൊ സഹോദരന്മാരെ, ശൈത്താന്റെ പ്രവർത്തനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എളുപ്പമാണ് ചെയ്യാൻ, പക്ഷേ പിന്നെ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുസബ്ബിഹുല്ലാഹ ദുബറ കുല്ലി സ്വലാത്തിൻ 10. സുബ്ഹാനല്ലാഹ് എന്ന് 10 പ്രാവശ്യം പറയുന്നു. വയുകബ്ബിറു 10, 10 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയുന്നു. വയഹ്മദുഹു 10, 10 പ്രാവശ്യം ഹംദ് ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു. قال فرأيت رسول الله صلى الله عليه وسلم يأخذها بيده. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്ന സമയത്ത് കൈയോണ്ട് ഇങ്ങനെ പിടിച്ചു കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയോണ്ട് ഇങ്ങനെ എണ്ണി കാണിച്ചു തന്നത് 10 പ്രാവശ്യം. 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയാൻ എത്ര സമയം വേണം? സെക്കൻഡുകൾ മതി. അപ്പൊ ചെയ്യേണ്ടത് 33 തന്നെയാണ്. ഇനി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെങ്കിലും ചെയ്യണം, ഇതെങ്കിലും ഒരാൾ ചെയ്യണം. അതുകൊണ്ട് ഇനിയിപ്പോ ഏതായാലും ഇത് പഠിച്ചല്ലോ, ഇനി 33 ഒരു കഷ്ടപ്പെട്ട് ചൊല്ലി. ഇനിയിപ്പോ അതൊരു കഷ്ടപ്പാടില്ല. 33 ഒരു കഷ്ടപ്പാടില്ല. അത് ചൊല്ലി പ്രാർത്ഥിച്ച് നേടേണ്ട ദുനിയാവും ആഖിറത്തും നേടാനുള്ള സമയമാണത്. ഇനി ഒരാൾക്ക് എന്തെങ്കിലും ശുഗലുകൾ ഉണ്ടെങ്കിൽ ഇതെങ്കിലും ചെയ്യണം എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതിൽക 50 വ 100 ബിൽ ലിസാൻ. അപ്പോ 5 വക്ത് നമസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിലും 30 പ്രാവശ്യം, 30 × 5 150. അപ്പൊ റസൂൽ പറഞ്ഞു നാവിന് 150 ആണ്, നാവിന് 150 ആണ്. പക്ഷെ വ1500 ഫിൽ മീസാൻ, വ1500 ഫിൽ മീസാൻ. പക്ഷെ തുലാസില് അത് 1500 ആണ്. നാവിന് 150 ആണ്, തുലാസ് 1500 ആണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയാണ് പ്രതിഫലം കൊടുക്കുക. തെറ്റിന് ആ തെറ്റിന്റെ ശിക്ഷ അല്ലാഹുവിന്റെ റഹ്മത്താണത്. പക്ഷെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതന്നെ കൊടുക്കൂല. പ്രതിഫലം ഇരട്ടി കൊടുക്കും. ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടി. പിന്നെ അവിടുന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ ഇഖ്ലാസും ഈമാനും അനുസരിച്ച് അങ്ങനെ കൊടുക്കും. അപ്പൊ നാവിന് 150 ആണ്, എന്നാൽ പിന്നെ മീസാനിൽ 1500 ആണ്. അതാണ് ഒന്ന്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൈദാ അഖദത മൽജഅക തുസബ്ബിഹു വതുകബ്ബിറു വതഹ്മദുഹു 100 ഫതിൽക 100 ബിൽ ലിസാൻ വ1000 ഫിൽ മീസാൻ. നീ ഉറങ്ങാൻ കിടക്കുമ്പോ അപ്പൊ അവിടെ ഒരു 1500 കിട്ടിട്ടോ. ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിന്റെ ദിക്റുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പെട്ടതാണ്. ഒന്ന് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. കുറച്ച് സമയം മതി സഹോദരന്മാരെ. ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് സമയം കിട്ടി. അപ്പൊ എത്ര കിട്ടി? 100 കിട്ടി. ഇരട്ടി പ്രതിഫലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാവിന് 100 ആണ്, പക്ഷേ തുലാസിൽ 1000 ആണ്. അപ്പൊ 2500 ആയി. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2500 തെറ്റ് കൂട്ടരങ്ങൾ ഒരു ദിവസം ചെയ്യുമോ? അഥവാ സാധാരണ നിലയ്ക്ക് ഒരു മുഅ്മിന്റെ അടുത്തത് വരൂല. നമ്മുടെ അടുത്തേക്ക് ചെറിയ തെറ്റുകളും ഒക്കെ ഉണ്ടല്ലോ.
എങ്ങനെയാലും ഈ 2500 എത്തൂല. അതുകൊണ്ട് ഒരു ദിവസം ചെയ്തിട്ടുള്ള തെറ്റുകൾ മുഴുവൻ ഫിൽട്ടർ ചെയ്യപ്പെടും. അതേപോലെ തന്നെ വമ്പിച്ച പ്രതിഫലം കിട്ടും ചെയ്യും. ഓരോ നിസ്കാരത്തിന്റെ ശേഷം 10 വട്ടം ഈ പറഞ്ഞ ദിക്റുകൾ ചെല്ലുക. കെടുക്കാൻ പോകുമ്പോ 100 വട്ടം. 100 വട്ടം എന്ന് പറഞ്ഞാൽ 100 എന്ന് പറയുമ്പോൾ ബേജാറാണില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് 33 അല്ലാഹു അക്ബർ 34. സഹോദരന്മാർ, ഈ ഖുത്ബക്ക് ശേഷം എനിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ തീരുമാനിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വഖാല യഅതി അഹദുകും അശ്ശൈത്താനു ഫീ സ്വലാത്തി ഫയഖൂലു ദുക്ർ കദാ വകദാ ഹത്താ യന്തഖില ഫലഅല്ലഹു ലാ യഫൽ. നിസ്കാരത്തിൽ ശൈത്താൻ വരും. നിസ്കാരത്തിൽ 1 or 2 റക്അത്തിന്റെ ഇടയിൽ ഇപ്പം വന്നിട്ട് മറന്ന ഏറ്റവും നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട, അത് ഓഫീസിലോ ജോലിയിലോ വീട്ടിലൊക്കെ ചെയ്യേണ്ട നിർബന്ധമായും മറന്ന, ആ മറന്നതിന്റെ പേരിൽ നമ്മൾ ആക്ഷേപം കിട്ടാൻ അർഹമാകുന്ന അല്ലെങ്കിൽ ദുനിയാവിലെ ലോസ് ഉണ്ടാകുന്ന ഒരു കാര്യം നിസ്കാരത്തിലാണ്ട് ഓർമ്മിപ്പിക്കും. അതോടുകൂടി നിസ്കാരം കഴിഞ്ഞാൽ പായണം, പിന്നെ ചെയ്യാൻ നേരല്ല. എത്ര വ്യക്തമാണ് സഹോദരന്മാരെ, ഹദീസാണിത്, ഞാൻ പറയല്ല. നിസ്കാരത്തിൽ നിങ്ങളുടെ അടുത്ത് ശൈത്താൻ വന്നിട്ട് അത് ഓർക്ക് അതൊന്ന് ഓർമ്മിപ്പിക്കും. അപ്പൊ അല്ല, അത് ഞാൻ ഓർക്കാൻ തയ്യാറല്ല, കുറച്ചുകൂടി ക്ലിയർ, എന്നാ പിന്നെ ഇതോർക്ക്, അതോർക്കാൻ പിന്നെ ഇതോർക്ക്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, ഞാൻ അവരുടെ മുമ്പിലൂടെ വരും, ഞാൻ അവരുടെ പിന്നിലൂടെ വരും, ഞാൻ അവരുടെ ഇടതുഭാഗത്തിലൂടെ വരും, ഞാൻ അവരുടെ വലതുഭാഗത്തിലൂടെ വരും. അല്ലാ, നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്നെ ശുക്ർ ചെയ്യുന്നവരായി അധിക പേരെയും നിനക്ക് കാണാൻ സാധിക്കൂല എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ആട്ടി പുറത്താക്കപ്പെട്ട സമയത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അവരുടെ നന്മയുടെ പാതയിൽ ഞാൻ ഇരിക്കും. ഓലെനിക്ക് വലതുഭാഗത്തൂടെ കിട്ടൂല, ഇടതുഭാഗത്തു കൂടി വരും. ഇടതുഭാഗത്തൂടെ കിട്ടൂല, അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്തിലൂടെ വരും. ശൈത്താൻ ഒരിക്കലും വിടൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറഞ്ഞൊരു അപ്പൊ തന്നെ പറയപ്പെട്ടൊരു സംഗതിയുണ്ട്, പക്ഷേ നിന്റെ മുഖ്ലിസീങ്ങളായ അടിമകൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. അതിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ശൈത്താൻ വരും, നിങ്ങൾ കെടുക്കാൻ നിൽക്കുന്ന സമയത്ത്. മനസ്സിലായില്ലേ? ഫലാ യസാലു യുനവ്വിമുഹു ഹത്താ യനാം. മനസ്സിലായില്ലേ? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത് ചെല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം, നിങ്ങളെ ഭാവി ഉഷാറായി പോകും, നിങ്ങൾ സ്വർഗത്തേക്കാണ് പോകാനുള്ളത്. ആ സമയത്ത് പോകുമ്പോൾ വരും, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്. എന്നിട്ട് ആ സമയത്ത് വന്നിട്ട് അവിടെ ഷൂലുണ്ടാക്കും. അപ്പൊ വാട്സാപ്പും ഫേസ്ബുക്കും കുറച്ച് സമയം മതി നിമ്മല്. എന്നിട്ട് ആ ഫോൺ ഇങ്ങനെ അറിയാതെ ആ ഫോണെ വെച്ച് മേത്ത് വെച്ചിട്ട് ശരീരത്ത് വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങും. അപ്പൊ അതും നഷ്ടപ്പെട്ടു, എനിക്ക് ഹാപ്പിയായി. യുനവ്വിമുഹു എന്ന് പറഞ്ഞ ഉറക്കുക എന്നർത്ഥം. നാമാന്ന് പറഞ്ഞ ഉറങ്ങി, നവ്വമാന്ന് പറഞ്ഞ ഉറക്കിന്ന. നിങ്ങളെ ഉറക്കുന്ന ശൈത്താൻ ഉറക്കുന്ന ആൾക്കാരായി നമ്മള്. സഹോദരന്മാര്, നമ്മളെല്ലാരും കാര്യം പറയണത് ശൈത്താൻ ഉറക്കുക. മനസ്സിലായില്ലേ? ശൈത്താനെ നമ്മളങ്ങോട്ട് ഉറക്കുക. നവ്വമ ഹദീസിന്റെ വാക്കാണിത്. അപ്പോ അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ഉറക്കും. അപ്പൊ അതും നഷ്ടപ്പെട്ടു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ചെയ്യാൻ എളുപ്പം, സ്വർഗമുറപ്പ്, ചെയ്യണൊരു കുറവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അല്ലാഹുവിന്റെ ദീൻ ശരിയാവണ്ണം പഠിക്കുകയും ചെയ്തും പകർത്തുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.